ഇറാനും US-ഇസ്രായേൽ വിഭാഗങ്ങളും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധങ്ങൾ കാരണം ഇന്ത്യയിലെ പാചകവാതക ലഭ്യത കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള ഷിപ്പിംഗ് തടസ്സപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണം. ഇന്ത്യയിലെ വാണിജ്യ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം. കാരണം ഗ്യാസിൻ്റെ ലഭ്യത, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഗ്യാസിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. കാരണം ഫ്ലാറ്റുകൾ, അതുപോലെ വീടുകൾ മുതലായവയ്ക്ക് പെട്ടെന്ന് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്നൊരു വേറെ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഹോട്ടലുകൾക്ക് പഴയതിനും നമ്മുടെ വിറകടുപ്പിലേക്കും മറ്റും മാറാനായിട്ട് സാധ്യത കൂടുതലാണ്. ഏതായാലും ഡൊമസ്റ്റിക് ഗ്യാസിന് കാര്യമായ പ്രശ്നങ്ങൾ വരുന്നില്ല. 21 ദിവസം 22 ദിവസം എന്നുള്ളത് ഇപ്പോൾ ബുക്കിംഗ് കഴിഞ്ഞ് 25 ദിവസത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അത് വില ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 114 രൂപയും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 85-90% ഇറാൻ ഒമാൻ അതിർത്തിയിലുള്ള ഹോർമസ് കടലിടുക്ക് വഴിയാണ്. ഇവിടം തടസ്സപ്പെട്ടതാണ് ഇറക്കുമതിയെ ബാധിക്കുന്നത്. കാരണം അവിടെ ഇറാൻ്റെ ബോംബിംഗ് നടക്കുന്നതുകൊണ്ട് ഷിപ്പുകൾക്കൊന്നും കടന്നു പോരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടുന്ന് ആ ഷിപ്പുകൾ വരാതെ അത് മറ്റൊരു കാര്യമുണ്ട്, ഈ ഷിപ്പുകൾ പോയിട്ടാണ് വീണ്ടും വാതകം നിറച്ച് തിരിച്ചു വരേണ്ടത്. ഇപ്പോൾ ഖത്തറിൽ നിന്നൊക്കെ 45% വാതകമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇപ്പോൾ യുദ്ധം വന്ന് പ്രശ്നങ്ങളായപ്പോൾ ഖത്തർ അവിടുത്തെ പ്രൊഡക്ഷൻ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം കൂടുതൽ എക്സ്പോഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. ഇനി മാത്രമല്ല, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ചെറിയ തടസ്സങ്ങൾ താൽക്കാലികമായിട്ട് ഉണ്ടാകാമെന്ന് ഉടനെ ഒരു പാനിക് ബൈയിങ് ആണ്. ആൾക്കാർ മുഴുവൻ ഇത് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക പരമാവധി എന്നുള്ളൊരു മട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, ആവശ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഗ്യാസ് ബുക്ക് ചെയ്യുന്നൊരു സംവിധാനം. നമ്മുടെ കയ്യിൽ 25 ദിവസത്തേക്ക് ഗ്യാസ് ഉണ്ടെങ്കിലും ഇപ്പോഴേ ബുക്ക് ചെയ്തിടുക, അങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. ഇനി ഇതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്ത നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 25% ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി റിഫൈനറികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാർഹിക ഉപയോഗത്തിന് വളരെ മുൻഗണന കൊടുത്ത് ഗാർഹിക ഉപയോക്താക്കൾക്കുള്ള സിലിണ്ടറുകൾ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലും ഭയക്കേണ്ടതില്ല. ഇനി അടുത്തത് 25 ദിവസത്തെ ബുക്കിംഗ് റൂൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ 25 ദിവസമായിട്ട് അത് ബുക്കിങ്ങിനുള്ള ഇത് നീട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് ആവശ്യവസ്തു നിയമത്തിൻ്റെ കീഴിലാക്കി അതിന് ഉള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അമിത വിലയ്ക്കോ പൂഴ്ത്തിവെപ്പിനോ എതിരെ നടപടി സ്വീകരിക്കണം. ഇത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട കാര്യമാണ്, കേന്ദ്ര ഗവൺമെൻറ് അല്ല. അതുപോലെ ഹോട്ടലുകൾക്ക് നിയന്ത്രണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായിട്ട് ബാധിച്ചേക്കാം. അത് തീർച്ചയായിട്ടും ഒരു താൽക്കാലിക സംവിധാനമായിരിക്കും. ഇനി ഇറക്കുമതി, ഇത് ഈ യുദ്ധം നീണ്ടുപോകുന്നത് മുന്നിൽ കണ്ട് ഇറക്കുമതി വൈവിധ്യവൽക്കരണമുണ്ട്. ഈ ഭാഗത്തു നിന്നല്ലാതെ 85-90% വന്നിരുന്ന ഈ ഭാഗത്തു നിന്നല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് 10 മില്യൺ ടൺസാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇറക്കുമതിക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് മാർച്ച് അവസാനത്തോടെ ഒരു 10-12 ദിവസം കൂടി എടുക്കും അത് ഇന്ത്യയിലേക്ക് എത്തുന്നതിന്. അത് എത്തുന്നതോടുകൂടി ഈ വലിയ പ്രശ്നങ്ങളെല്ലാം തീരുകയും ചെയ്യും. ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾക്കെല്ലാം ഇതിൽ ചെയ്യാവുന്ന കാര്യം, ഒന്ന്, ഇനി മോഡി വാതക പരീക്ഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 25 വർഷമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റ്, അതിൽ മാസത്തിലൊരിക്കൽ ചാണകം ഇട്ടേ പറ്റൂ അത് നന്നായിട്ട് ഗ്യാസ് ഉണ്ടാക്കണമെങ്കിൽ. അതുകൊണ്ട് എനിക്ക് ഈ ബയോ വേസ്റ്റ് പുറത്തേക്ക് കളയാനുമില്ല. ആ ബയോ വേസ്റ്റ് തീർച്ചയായിട്ടും
എനിക്ക് ഗ്യാസ് തരുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ ആയുസ് വളരെ കൂടുതലാണ്. സാധാരണ നിൽക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം സമയമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ലഭിക്കുന്നത്. കാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം ബയോഗ്യാസിൽ നടത്താൻ കഴിയുന്നുണ്ട്. കുറേ പേർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർക്കൊക്കെ, അത് തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിൽ തന്നെ കുറേ അധികം വാർഡുകളിലൊക്കെ വിറകടുപ്പുകൾ, ഇപ്പം എൻ്റെ അയൽക്കാരൻ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഞാൻ കാണാറില്ല, അവിടെ വിറകടുപ്പാണ് കാണുന്നത് ഇതിനു മുമ്പും. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് വിറകടുപ്പുകൾ സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കുറേ പേർക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിച്ച് സാമാന്യം അത് ഫ്ലാറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു വർധന ഇലക്ട്രിസിറ്റിയിൽ വരുന്നുമില്ല. പ്രതിസന്ധികൾ വരുന്ന സമയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ പ്രതിസന്ധിയെ നേരിടേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു 10-15 ദിവസത്തേക്കുള്ള ഒരു പ്രശ്നമാണിത്. ആ ഒരു യുദ്ധം വരുന്നതും ആ യുദ്ധം നീണ്ടു നിൽക്കുന്നതും നമ്മൾക്ക് പെട്ടെന്ന് നടപടികൾ മാജിക് പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു രാഷ്ട്രീയ തലത്തിൽ കാണിച്ച് അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ആണ് അതിൻ്റെ പ്രശ്നക്കാരൻ എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള, അതും ഡൊമസ്റ്റിക് ഗ്യാസിന് വരെ, ഒരു പ്രശ്നമില്ലാത്ത ഡൊമസ്റ്റിക് ഗ്യാസിന് വരെ ആ പ്രശ്നമുണ്ടാക്കുന്ന രാജ്യദ്രോഹികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊരു വലിയ വിഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ പെരുപ്പിച്ച് പറയുന്ന, ഓരോ വാർത്തയിലും ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി മാത്രം ഇല്ലാത്ത ആൾക്കാരെ ഗ്യാസ് ഹോട്ടൽ അടച്ചു, അത് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുന്ന വാർത്താമാധ്യമങ്ങൾ. അവർക്കും ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതാണ്. IB മിനിസ്ട്രി ഇത്തരം പാനിക് ക്രിയേറ്റിംഗ് വാർത്തകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശരിക്കും അതൊരു അത്യാവശ്യമാണ്. അതുപോലെ ഇത്രയും ദിവസത്തേക്ക് പോലും ഇത് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മോശമാണ് ഇന്ത്യയുടെ സ്ഥിതി എന്ന് ആരും കരുതരുത്. ഇന്ത്യൻ ജനത ഇതേപോലെ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അതിജീവിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളും കടന്നു പോയി അത് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ കടന്നു പോകും. പാനിക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, അതായത് ഇത് വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരെയും കർശനമായി നേരിടണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്. കാരണം അറിഞ്ഞില്ലെങ്കിൽ, അവർ സ്വയം അറിഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ അറിയിച്ചു കൊടുക്കേണ്ടത് സർക്കാരുകളുടെ ചുമതലയാണ്. അതുപോലെ അതാത് സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും ഒക്കെ, സപ്ലൈയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അത് വളരെ ശക്തമായി പൂഴ്ത്തിവെപ്പും അതുപോലെ വളരെ വില കൂട്ടി വിൽക്കലും ഒന്നും ഇല്ല എന്നുള്ളത് എസ്മ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും സംസ്ഥാന സർക്കാരുകളാണ്. അതുകൂടി എൻഷുർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കേണ്ടതാണ്.